നമസ്തേ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 7 ടാരോട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്ന ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോഴായിരിക്കും നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ എഗെയിൻ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബിക്കോസ് നെഗറ്റീവായിട്ട് ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ പോസിറ്റീവായിട്ടിരിക്കുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. സോ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻസ് എന്തും ആയിക്കോട്ടെ, എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും എല്ലാ സിറ്റുവേഷൻസിൻ്റെയും അവസാനം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു ഔട്ട്കം വന്ന് ചേരുന്നുണ്ടാവും. പക്ഷെ നമുക്ക് എല്ലാത്തിനും വേണ്ടത് പ്രെയറും പേഷ്യൻസുമാണ്. സോ പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു റിലേഷൻ വന്നതോടുകൂടി ഒത്തിരിയധികം സ്പിരിച്വൽ ആയിട്ടുണ്ട്. ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു മേജർ ഷിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിത്. ഒത്തിരിയധികം ട്രാൻസ്ഫോർമേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ സഡൻലി എക്സ്പെക്റ്റ് ചെയ്യാത്ത ആ ഒരു ടൈമിലായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്നൊരു എനർജി ഷിഫ്റ്റ് വന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ച് അത് നിങ്ങൾക്ക് വല്ലാത്തൊരു ഒന്നെങ്കിൽ അതൊരു ന്യൂ സ്റ്റാർട്ടായിട്ടുണ്ടാവാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്താ പറയുക, നിങ്ങളുടെ ലൈഫിലുള്ള ഒരു ഒബ്സ്റ്റക്കിൾസിനെയും ചലഞ്ചസിനെയും നേരിടാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത്, ഒരു ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സിറ്റുവേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, സോ ആ ഒരു എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് നിങ്ങൾ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അവെയർനെസ് എന്നുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. സോ അവെയർനെസ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊരു കാര്യത്തിലും അവെയർനെസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്തൊരു സിറ്റുവേഷൻസിലും നമുക്ക് സിറ്റുവേഷൻസ് മനസ്സിലാക്കി അവെയർ ആയിട്ടിരിക്കുക എന്നുള്ള കാര്യം വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നിങ്ങൾ കൂടുതലായിട്ടും ഈ ഒരു ടൈമിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒത്തിരി നെഗറ്റിവിറ്റീസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ മെഡിറ്റേഷൻസ് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നത്, നിങ്ങളുടെ മൈൻഡ് കൂൾ ആവുന്നത് നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഒരു എനർജീസ് എനിക്കിവിടെ നിങ്ങളുടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഇത് എന്താ പറയുക, ഹെൽപ്പ് ആകുമെന്നുള്ള ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്യുക കേട്ടോ. നമ്മളെപ്പോഴും റീഡിങ്സ് കുറവും സെൽഫ് ലവിൻ്റെ കാര്യങ്ങളും ഹീലിംഗ് കാര്യങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ഇതിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ ഹീലിങ്സിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ എല്ലാവരും ഹീലാവണം, എല്ലാവരും സെൽഫ് ലവ് ചെയ്യണം. ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്ത് ആരും ജീവിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോ ഡിപ്പെൻഡൻസി എന്നുള്ളൊരു എനർജിയിലും ഒന്നിലും ആരും ഇരിക്കാൻ പാടില്ല. എല്ലാവരും സെൽഫ് ലവ് ചെയ്യണം, എല്ലാവരും ഗ്രോ ചെയ്യണം, ലൈഫിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അട്രാക്റ്റ് ചെയ്തെടുക്കണം എന്നൊക്കെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. സോ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സെൽഫ് ലവ് തന്നെയാണ്. സോ അതുകൊണ്ടാണ് നമ്മളുടെ ഓരോ റീഡിങ്സിലും നമ്മൾ കൂടുതലായിട്ട് സ്പിരിച്വാലിറ്റിയെക്കുറിച്ചിട്ട് മാത്രം സംസാരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ തന്നെ ബോട്ടം കാർഡിൽ ഓർഡിനറീസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്, സെൽഫ് ലവിൻ്റെ കാർഡാണ് കേട്ടോ. അപ്പം പ്രസൻറ്റ് സിറ്റുവേഷൻസിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്തൊരു ബേർഡനിലൂടെയാണ് അവർ ഈ ഒരു ടൈമിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വല്ലാത്തൊരു ബേർഡനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് വല്ലാത്തൊരു എന്താ പറയുക, ഓഫ് കോഴ്സ് ഒരു വ്യക്തിക്ക് ഒരു പ്ലേഫുൾനെസ് ഉണ്ട്. പ്ലേഫുൾനെസ് ഇല്ല എന്നല്ല, അല്ലെങ്കിൽ ഇവർക്ക് ആ ഒരു എനർജീസ് ഇവരായിട്ടിരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു എനർജിയെ ഇവരുടെ ആ ഒരു പോസിറ്റീവ് സൈഡിനെ ഇവർക്ക് എന്താ പറയുക എംബ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊന്നുള്ളതല്ല. ഓഫ് കോഴ്സ് ഈ ഒരു വ്യക്തിക്ക് ആ ഒരു പോസിറ്റീവ് സൈഡിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്.
പക്ഷെ എന്നാലും എവിടേക്കോ എന്തൊക്കെയോ ഒരു ബേർഡൻസും സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഈ ഒരു വ്യക്തിക്ക് ഒത്തിരിയധികം ഉള്ളതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറയും സൈലൻസ് എന്ന് പറയുന്നത് ഈഗോ ആണെന്ന് പറയും, പക്ഷെ അല്ല. ഇതിൽ എനിക്ക് ഈ ഒരു റീഡിങ്സിൽ ഈ ഒരു വ്യക്തിയുടെ സൈലൻസ് ഒരിക്കലും ഈഗോ ആയിട്ടല്ല ഫീൽ ചെയ്യുന്നത്. അവിടെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പെയിൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ അത് പെയിനും ആകാം ഒരു സൈലൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കൂളായിട്ടിരിക്കുകയാണെന്ന് ഇമാജിൻ ചെയ്യുമ്പോൾ ഫസ്റ്റിലെ നമ്മുടെ സമാധാനം പോകും. പിന്നെ അവരോട് നമുക്ക് റിവെഞ്ച് ചെയ്യണം എന്നുള്ളൊരു തോട്ട്സ് ആകും. സോ ഇവിടെ മെയിനായിട്ടും ഈ ഒരു വ്യക്തിയുടെ നിങ്ങൾ ആദ്യം തന്നെ അതാണ് അവയർനെസ്സിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്. എന്താണ് അവയർനെസ്? നമുക്കിപ്പോൾ എന്തൊരു സിറ്റുവേഷൻസിലാണെങ്കിലും നമ്മളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നമ്മളിപ്പോൾ ഒരാളോട് ഒരു ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ നമ്മളെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് നമ്മുടെ ഇന്നർ ചൈൽഡിനെയാണ് ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊരു ടൈമിലും ഇന്നർ ചൈൽഡ് ആഗ്രഹിക്കുന്നത് ലവ് ആണ്, കെയർ ആണ്, സെക്യൂരിറ്റി ആണ്. അപ്പം നമ്മൾ പറയുന്നുണ്ടാവും, അയ്യോ ഇത്രയും പ്രായമായിട്ടുള്ള എൻ്റെ ഉള്ളിലൊരു ഇന്നർ ചൈൽഡ് ഉണ്ടോ? ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും ഒരു സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞുണ്ട്, ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട്. അതിനെപ്പോഴും ഒരു സ്നേഹവും കെയറും പ്രൊട്ടക്ഷനും ഒക്കെ ആയിരിക്കും വേണ്ടത്, ട്രോമാസ് ആയിരിക്കില്ല. പക്ഷെ നിങ്ങളെപ്പോഴും ഉള്ള ഒരാളോടുള്ള ദേഷ്യവും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് പലപ്പോഴും ട്രോമാസ് ആയിരിക്കും കൊടുക്കുന്നുള്ളത്. നൗ എ ഡേയ്സ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ടൈമിൽ എപ്പോഴും ഇന്നർ ചൈൽഡ് ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് എല്ലാവർക്കും ട്രോമാസ് ആണ്. അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ട്രോമാസ് വരുന്നത്. നമ്മൾ അവയർനെസ്സിലേക്ക് വരുമ്പോൾ ഒരിക്കലും നമുക്ക് ട്രോമാസ് ഉണ്ടാവത്തില്ല. അവയർനെസ് ഓക്കെ, സിറ്റുവേഷൻസ് അങ്ങനെയായിരുന്നു, ഐ അണ്ടർസ്റ്റാൻഡ് ദി സിറ്റുവേഷൻസ് ആൻഡ് മൂവ് ഫോർവേഡ്. ബിക്കോസ് ലൈഫ് ഒന്നും ഒരിക്കലും ഈ ഒരു സ്പെസിഫിക് പേഴ്സണിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലോ അല്ല ചെയ്യുന്നത്, ഈ ഒരു കാര്യത്തിലല്ല ഭൂമി കറങ്ങുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതാണ് അവയർനെസ് എന്ന് പറയുന്നത്. ആ അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ടൈം മുതലാണ് നിങ്ങൾക്ക് സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകുന്നത്. ആ ഒരു ടൈമിലാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളത്. ഒരിക്കലും ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം ഒരു വലിയൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും ക്യാപ്ചർ ചെയ്തെടുക്കാനായിട്ടും എല്ലാവർക്കും ആ ഒരു അവയർനെസ്സിലേക്ക് വരാനായിട്ടും പറ്റത്തില്ല. അതിനൊക്കെ കുറേ സമയങ്ങൾ എടുക്കുന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ അതിന് നമുക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവണം, നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടാവണം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവണം. സോ അത് എന്താണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്തൊരു സിറ്റുവേഷനെയും നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് നമ്മളുടെ സക്സസ് വരുന്നുള്ളത്. ഒരിക്കലും ഓഫ് കോഴ്സ് ആ ഒരു വ്യക്തി ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ ആ പെയിനും ആ ഒരു ഇതും വെച്ചിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ഹേർട്ട് ചെയ്യുന്നത്, നമ്മുടെ നെഗറ്റിവിറ്റി, നമ്മുടെ ലൈഫിലേക്ക് നെഗറ്റിവിറ്റിനെയാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എനർജിയിൽ നിങ്ങൾ ഇരിക്കാതിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്ന മിസ്റ്റേക്സിന് നിങ്ങളെ ബ്ലെയിം ചെയ്യാതിരിക്കുക. ഓക്കെ, സോ ഈ ഒരു എനർജീസാണ് എനിക്കിവിടെ ഈ ഒരു റീഡിങ്ങിൽ ഇത്രയും കാർഡ്സിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വ്യക്തിയുടെ എനർജീസ് ആണെങ്കിലും അവർക്കും നല്ല രീതിക്ക് ബേർഡൻസും സ്ട്രെസ്സുകളും ഒക്കെ ഈ റിലേഷനിലുണ്ട്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും സോൾ കണക്ഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനർജറ്റിക്കലി ഈ ഒരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ആണ്. എനർജറ്റിക്കലി നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ആണ്, നല്ല രീതിക്ക് കണക്റ്റഡ് ആണ്. ശരിക്കും ആ ഒരു വ്യക്തി നിങ്ങളെ ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് അതായത് നിങ്ങളെന്നുള്ളൊരു വ്യക്തിക്ക് പകരമാകാനായിട്ട് ഒന്നും തന്നെ അവരുടെ ലൈഫിലില്ല. നിങ്ങളാണ് ആ ഒരു വ്യക്തിയുടെ ലൈഫിനെ ഒരു കംപ്ലീറ്റ് ആക്കുന്നത്, അല്ലെങ്കിൽ ഒരു പൂർണ്ണമാക്കുന്നത്. ആ ഒരു എനർജീസാണ്. അതൊക്കെ ആൾക്കറിയാം, അത് റിയലൈസേഷനിലേക്ക് വരികയാണ്. അപ്പോൾ മൂണിൻ്റെ ഒരു എനർജീസ് വരുമ്പോൾ എന്താണ്, മൂൺ മീൻസ് മൂണിൻ്റെ ഒരു എനർജീസ്, മൂൺ ഹൈഡിങ് ഇൻ എനർജീനെയാണ് കാണിക്കുന്നുള്ളത്. ഓക്കെ, ഒന്നും പറയാതിരിക്കുന്ന ഒരു എനർജീസിനെയാണ് കാണിക്കുന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു സൈലൻസിൻ്റെ മെയിൻ മീനിങ് എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിക്ക് അറിയാം എൻ്റേതായിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടെന്ന് അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടത്. സോ അവർ എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ എന്നാലും അവരുടെ ലൈഫിൽ കുറേയൊക്കെ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, എനിക്കിവിടെ ഫാമിലിയുടെ ബേർഡൻസ് ഒക്കെ ഒത്തിരി ഫീൽ ചെയ്യുന്നത്. ലൈക്ക് ഈ ഒരു വ്യക്തിക്ക് ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നത്. കാരണം എപ്പോഴും അതിന് വേണ്ടിയിട്ട് കാർമിക് പാർട്ട്ണറുമായിട്ടായിരിക്കും ഈ ഒരു വ്യക്തി ഡീൽ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാർമിക് പാർട്ട്ണർ ഈ ഒരു വ്യക്തിയായിട്ട് ഒത്തിരി അധികം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നുണ്ട്. അതായത് അവർ പറയുന്നിടത്താണ് ഈ ഒരു വ്യക്തി തുള്ളുന്നുള്ളത്, അല്ല അവർ പറയുന്നത് കേട്ടിട്ടാണ് ഈ ഒരു വ്യക്തി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുള്ളത്. അപ്പം അവർ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇവർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവും. സോ അങ്ങനത്തെ ഒരു എനർജീസ് എനിക്ക് ഈ ഒരു വ്യക്തിയിൽ ഫീൽ ചെയ്യുന്നത്. അപ്പം വല്ലാത്തൊരു സ്ട്രെസ്സിലാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇവർക്ക് നിങ്ങളുടെ വേർത്ത് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒരു കാര്യത്തിന് ഇവരുടെ അടുത്ത് ഫോഴ്സ് ചെയ്തിട്ടുണ്ടാവില്ല. ഇവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ നിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട്, നിൻ്റെ വാല്യൂ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. സോ ആ ഒരു എനർജീസ്
കുറച്ച് പേരൊക്കെ എബ്രോഡിൽ നിന്നൊക്കെ ആയിരിക്കും കാണുന്നുള്ളത് ഈ ഒരു റീഡിങ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? ശരിക്കും എന്താ പറയുക, ഫീലിംഗ് ട്രാപ്പ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ശരിക്കും ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഈ ഒരു ടൈമിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് ഇതിൽ ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് അവർക്ക് ഫീൽ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ശരിക്കും മനഃപൂർവ്വം എല്ലാ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് എനിക്കൊന്നും അറിയത്തില്ല ഒരു ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ടുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ടാവാം. അതും ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എന്താ പറയുക, അവർക്ക് ശരിക്കും നിങ്ങളുടെ ഒരു വർത്ത് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ടൈമിൽ. യെസ്, ഞാൻ ചെയ്തത് മിസ്റ്റേക്സ് ആയിപ്പോയി, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ഇപ്പോൾ എനിക്ക് ആക്ഷൻ എടുക്കാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം നമ്മൾ റിസ്ട്രിക്റ്റ് ചെയ്ത് ഇറ്റ്സെൽഫ് വയ്ക്കത്തില്ലേ, അതുപോലത്തെ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഞാനിപ്പോൾ 11 കണ്ടു കാർഡ്സിൽ. 11 ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവാം. വളരെ നെഗറ്റീവ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ്. കുറച്ച് പേരുടെയൊക്കെ എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൺ, നിങ്ങളുടെ പാർട്ട്ണറിന് ആരെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ടുള്ള കണക്ഷൻ പോകാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. ആ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കണം നിങ്ങളുമായിട്ടുള്ള കണക്ഷൻസ് കട്ട് ഓഫ് ആയി പോയിട്ടുള്ളത്, നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ ഒരു സെപ്പറേഷൻ ഫേസ് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ ക്ലിയർ എനർജീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കാർമിക് പാറ്റേൺസ് എന്താണോ അത് ക്ലിയർ ആവാൻ പോവുകയാണ് അധികം വൈകാതെ. അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് കാർമിക് ഇറ്റ് സെൽഫ് പോകുന്നുണ്ടാവും ഈ റിലേഷനിൽ നിന്ന്. ഇനി ഞാൻ ബ്ലാക്ക് മാജിക്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും എന്തെങ്കിലും ബ്ലാക്ക് മാജിക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന്. പക്ഷേ എന്തൊക്കെ ബ്ലാക്ക് മാജിക്കും വൈറ്റ് മാജിക്കൊക്കെ ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാലും അത് ഈ ഒരു വ്യക്തിയുടെ ഒരു തോട്ട്സും കൂടിയാവാം മേ ബി. നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് ചിന്തിച്ച് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്നതിന് തുല്യമാണ്, അത് മാനിഫെസ്റ്റ് ആവുന്നുണ്ടാവും. സോ ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. ഒരു പക്ഷേ ആ ബ്ലാക്ക് മാജിക്ക് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അതും ഉണ്ടാവാം. പ്ലസ് അതിൽ കൂടുതൽ ഈ ഒരു വ്യക്തിയുടെ ആ നെഗറ്റിവിറ്റീസും ഉണ്ടാവും. സോ ഈ ഒരു വ്യക്തിയുടെ ഒരു തോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഇവർക്ക് കുറച്ച് സമയം വേണം ഇവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ഇവർ കുറച്ച് എന്താ പറയുക, കുറച്ച് മേ ബി റീസെൻ്റായിട്ട് ഇവർ സ്പിരിച്വൽ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവാം. മേ ബി ഇവർ ശരിക്കും പറഞ്ഞാൽ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് ഇനി എന്താ പറയുക, ഈ ഒരു വ്യക്തിയുടെ വാല്യൂ എന്താണ് എന്നങ്ങനെ എന്തൊക്കെയോ ചോദ്യങ്ങൾ ഈ ഒരു വ്യക്തി ഇവരോട് തന്നെ ചോദിക്കുന്നുണ്ട്. എനിക്കത് ക്ലിയർ ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവരുടെ ഒരു തോട്ട്സും കാര്യങ്ങളും അത്രയും നെഗറ്റീവ് എനർജീസ് ആയിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. സോൾ സെർച്ചിങ് എനർജീസ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ഇവരുടെ ഇന്നർ ഗൈഡൻസ്, ഇവർക്ക് ഇന്നർ ഗൈഡൻസ് കിട്ടുന്നുണ്ട്, യൂണിവേഴ്സ് ഇവരെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇന്നതാണ് ഇവർക്ക് ഇൻഡ്യൂഷൻ വർക്ക് ആവുന്നുണ്ട്, ഇവരുടെ തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആവുന്നുണ്ട്. ശരിക്കും ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു പൊടിക്ക് പോലും താഴ്ന്നു കൊടുക്കുന്നില്ലെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ലൈക്ക് നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു വ്യക്തി എന്താണോ പറയുന്നത് അതിനെ എതിർത്ത് പറയാനായിട്ടും അവരുടെ തലയിൽ കയറി ഓരോന്ന് സംസാരിക്കുവാണ് നിങ്ങൾക്ക് ഇഷ്ടം. നിങ്ങളെപ്പോഴും അങ്ങനെയാണ് ഈ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ലൈക്ക് നിങ്ങൾക്ക് എപ്പോഴും തറുതല പറയലാണ് മെയിനായിട്ടുള്ള കാര്യം. അവരെന്തെങ്കിലും പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് നിങ്ങൾ പറയും, നിങ്ങൾക്കൊരു അനുസരണയില്ല എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. ഇവർ ഇടയ്ക്ക് ചിന്തിക്കും നമുക്ക് ഇവരുമായിട്ട് ഈക്വൽ ഗിവൻ്റേക്ക് ചെയ്യാം, നേരിട്ട് കണ്ട് കുറച്ച് നേരം സംസാരിച്ച് കുറച്ച് സമയങ്ങളൊക്കെ ചിലവഴിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ പോലും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല അവിടെ നിൽക്കട്ടെ, കുറച്ച് അഹങ്കാരം കൂടിയൊരു സാധനമാണ്, അതുകൊണ്ട് തന്നെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, ആ ഒരു ഈക്വൽ ഗിവൻ്റേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാനൊന്ന് പറഞ്ഞങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ വാളെടുത്ത് വെട്ടാൻ വരുന്ന പോലെ ആയിരിക്കും അവനല്ലേ അവൾ സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ അവരെ പോയിട്ട് എന്താ പറയുക, ഞാൻ അവരെ പോയിട്ട് പ്ലീസ് 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 എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂസ് ആവും. പിന്നെ ഈഗോ ഒന്നും കൂടെ ആവും, പ്രശ്നം ഒന്നും കൂടി വഷളാവും. അതിലും ഭേദം അനങ്ങാതെ ഇരിക്കാം എന്നുള്ളൊരു തോട്ട്സും ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ. ഇവിടെ ഏറ്റവും
കൂടുതൽ ഈ ഒരു വ്യക്തിയാണെങ്കിലും ശരി ഇവർ ഡോമിനേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ലാതെ നിങ്ങൾ പറയുന്നിടത്ത് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു എനർജീസ് അല്ല ഇത്. ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യണം, എൻ്റെ ഞാൻ വിചാരിക്കുന്ന രീതിക്ക് കാര്യങ്ങൾ നടക്കണം, അങ്ങനത്തെ ഒരു ആളാണിത്. നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഡിഫറൻസസ് ഉണ്ട്. മേ ബി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. റീസെൻ്റായിട്ട് ഇവർക്ക് ഒത്തിരി അധികം ഇവരുടെ ലൈഫിലും എന്തൊക്കെയോ നെഗറ്റീവ് ഇവൻറ്റ്സ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ശരിക്കും വല്ലാത്തൊരു പേടിയിലാണ്, ആൻസൈറ്റിയിലാണ് നിൽക്കുന്നുള്ളത്. ലൈക്ക് എന്തൊക്കെയോ ഹയർ ലെവലിൽ ആൻസൈറ്റി ഒക്കെ ഉണ്ട് ഇവിടെ, നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഇവരിപ്പം നോക്കുമ്പോൾ കാര്യങ്ങൾ നേരത്തെ പോലെയല്ല. ഫാമിലിയിലാണെങ്കിലും ശരി, റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ നോക്കിയാലും ശരി, നേരത്തെ പോലെയല്ല. പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ആൾക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവർ ആ ഒരു ടൈമിൽ ഇവർ എസ്കേപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ലോജിക്ക് യൂസ് ചെയ്ത് മുന്നോട്ട് പോകാം, അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഹേർട്ട് ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ പോലും ലോജിക്ക് യൂസ് ചെയ്ത് അതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് ഞാൻ ഹേർട്ട് ചെയ്യാതിരിക്കാനും ഉള്ള ഏറ്റവും ഒരു മാർഗം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ഗൈഡൻസ് തരുന്നുണ്ടാവാം ഈ റിലേഷനെ കുറിച്ചിട്ട്. നിങ്ങളുടെ മെൻറ്റോർ ആരെങ്കിലും ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഇറ്റ് സെൽഫ് നിങ്ങൾ റീസെൻ്റായിട്ട് വല്ല കൗൺസിലിംഗ് സെക്ഷൻസ് വല്ലതും എടുത്തിട്ടുണ്ടാവാം, ലൈക്ക് ഈ റിലേഷനെ സംബന്ധിച്ചിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പള്ളിയിൽ പോയി കുമ്പസരിച്ചിട്ടുണ്ടാവാം ഈ റിലേഷനെ കുറിച്ചിട്ട് പറഞ്ഞ് ഇന്നതുപോലെ സംഭവിച്ചു, അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ റീസെൻ്റായിട്ട് റിലീജിയസ് ആയിട്ടുള്ള പ്രീസ്റ്റിനെയോ അല്ലെങ്കിൽ നിങ്ങൾ ആസ്ട്രോളജിസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം പള്ളീസിലൊക്കെ പോയി നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ടാവും അവരെ. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഇഷ്യൂസാണ്, മാരേജ് ലൈഫിൽ, മാരിറ്റൽ റിലേഷനിൽ ഒത്തിരി ഇഷ്യൂസാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസാണ്, ഫാമിലിയിൽ കരിയറിൽ ടോട്ടൽ ഇഷ്യൂസാണെന്ന് പറഞ്ഞ് നിങ്ങൾ പോയി അഡ്വൈസ് എടുത്തിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയും ചെയ്യുന്നുണ്ട്. ഇവരെ ആരോ ഒരാൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട്, ഇവർക്കും ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ഗൈഡൻസ് സപ്പോർട്ടും മേ ബി ഒരു മെയിലാവാം അല്ലെങ്കിൽ ഫീമെയിൽ ആവാം. ഇപ്പോൾ മെയിലാണെന്നുണ്ടെങ്കിൽ മെയിൽ ഫ്രണ്ട് ആയിരിക്കും, നിങ്ങളുടെ പേഴ്സൺ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ഫ്രണ്ട് ആയിരിക്കാം. പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വിചാരിക്കുന്നൊരു കാര്യം, ടൈം ടു ടൈമിൽ ഗൈഡൻസ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഗോയിങ് വിത്ത് ഫ്ലോയിൽ ഈ ഒരു വ്യക്തിക്ക് പോകാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾ പറയും ചായാൻ തോളുണ്ടല്ലോ എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ചായാൻ തോളുള്ളത് കൊണ്ട് തന്നെ ചാഞ്ഞിരിക്കുകയാണ് തോളിൽ. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ആക്ഷൻ എടുക്കാതിരിക്കുന്നത്. ആരൊക്കെയോ ഇവരുടെ ഭാഗം കേൾക്കാനും ഇവരെ ആശ്വസിപ്പിക്കാനും ആളുകളുണ്ട്. അപ്പം നമുക്ക് ആശ്വസിപ്പിക്കാൻ ആളുകളില്ലാത്തപ്പോഴാണ് നമ്മളെപ്പോഴും ചേസ് ചെയ്ത് നടക്കുന്നത്. അപ്പോൾ ആശ്വസിപ്പിക്കാൻ ആളുകളുണ്ട്, ഗൈഡൻസ് കൊടുക്കാൻ ആളുകളുണ്ട്. അത് പ്രോപ്പർ നല്ല ഗൈഡൻസ് ആണെങ്കിലും മോശം ഗൈഡൻസ് ആണെങ്കിലും ഗൈഡൻസ് കൊടുത്ത് സപ്പോർട്ട് ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ഹാർഡ് സിറ്റുവേഷനെയും ഓവർകം ചെയ്യുന്നുണ്ടാവും. 8 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജീസാണ്. സോ ഈ 8 ഓഫ് പെൻഡക്കിൾസ് പറയുന്നതും മെയിനായിട്ടും റീസെൻ്റായിട്ട് എനിക്ക് തോന്നുന്നു, റീസെൻ്റായിട്ട് നിങ്ങളുടെ ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് പ്രപ്പോസൽസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് മെയിൻ റീസൺ തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. റീസെൻ്റായിട്ട് ഇവരുടെ ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഇവർക്ക് നല്ലൊരു ജോലി ഉണ്ടാവില്ല, കരിയറിൽ ഇപ്പോഴും ആൾ സെറ്റിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സെറ്റിൽ ആവാതിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നുണ്ടാവില്ല. സോ അത് ഓർക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് നല്ല സങ്കടമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടവും കാര്യങ്ങളും ഇല്ലെന്നല്ല, ഇഷ്ടവും കാര്യങ്ങളും ഉണ്ട്, പക്ഷെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. മേ ബി നിങ്ങൾ സെക്കൻഡ് മാരേജിന് വേണ്ടിയിട്ടായിരിക്കും നോക്കുന്നുള്ളത്, അല്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സെക്കൻഡ് മാരേജ് ചെയ്യാം എന്നായിരിക്കാം പറഞ്ഞിട്ടുള്ളത് ഡിവോഴ്സിന് ശേഷം. അങ്ങനത്തെ കുറേ എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളത്. അവർ ചിന്തിക്കുന്നത് ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ഈ ഒരു റിലേഷൻ്റെ ഇതിലൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആകെപ്പാടെ കുഴഞ്ഞു പോവും. ശരിക്കും ഇനിയും ഒത്തിരിയധികം പ്രശ്നങ്ങളുണ്ടായിട്ട് അതിൽ വലിയൊരു സീൻ ക്രിയേറ്റ് ആകും എന്നാണ് ഈ ഒരു വ്യക്തി ഇവിടെ ചിന്തിക്കുന്നത്. ഓക്കെ, സോ യാ, it's time to release negativities. Negativitiesനെ റിലീസ് ചെയ്യുക. It's time to take action.
സോ ആക്ഷൻ മീൻസ് വാട്ട്, ഈ നെഗറ്റിവിറ്റീസിനെ റിലീസ് ചെയ്യാനുള്ള ടൈമായി. ഇതുവരെയും നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ഇരിക്കുന്നത്, നെഗറ്റീവായിട്ടുള്ള തോട്ട്സിലാണ് ഇവിടെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. നിങ്ങൾ ആക്ഷൻ എടുക്കുക, നെഗറ്റിവിറ്റീസിനെ റിലീസ് ചെയ്യുക. ഓക്കെ, പ്രേയേഴ്സ് ചെയ്യുക, മെഡിറ്റേഷൻസ് ചെയ്യുക, മൈൻഡിനെ വീണ്ടും പഴയതുപോലെ കൊണ്ടുവരിക, ബാലൻസിൽ നിൽക്കാൻ പറ്റുക, ഡിറ്റാച്ച്മെൻറ്റിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക മൈൻഡിനെ. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. സോ പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം. താങ്ക് യു സോ മച്ച്.